ഹായ് ഓൾ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാനിന്നൊരു റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പച്ചമാങ്ങ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ റെസിപ്പി എന്ന് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ പറയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ നല്ല നല്ല കമൻസ് ഒക്കെ ഇടുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ പച്ചമാങ്ങ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ, ഇത്ര മതി വെള്ളം. ഇനി ഇതിലോട്ട് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്, അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നാട്ടോ. ഓക്കെ. അപ്പോൾ ഇത്ര വെള്ളം മതി കേട്ടോ. അതൊന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം, അത്ര മതി. ഓക്കെ. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഈ പച്ചമാങ്ങ നല്ലതുപോലെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ, നല്ലോണം വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. ഇപ്പോൾ 10 മണികളായത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, നല്ലോണം വേവിച്ചെടുക്കണം. നമ്മൾ മാങ്ങ ഇവിടെ നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചിട്ട് നല്ലോണം ഇത് മാങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ, നല്ലോണം ഉടഞ്ഞ് കിട്ടണം. ആ ഒരു പരുവം വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം മുത്തുമണികളെ, നമ്മളെ മാങ്ങ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ ഉടയാനുണ്ട് കേട്ടോ, ചില കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല. ഓക്കെ, വെന്തിട്ടില്ല, ചില കഷ്ണങ്ങൾ കേട്ടോ വേവാനുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റ് ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിൻ്റെ പളുപ്പ് എടുക്കണം കേട്ടോ, അരിച്ചിട്ട് എടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം, ഇതിപ്പോൾ ഒന്നും കൂടെ ചില കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്തതിന് ശേഷം ചൂടാറിയിട്ട് എനിക്കിതിൻ്റെ പളുപ്പൊന്ന് അരിച്ചിട്ട് എടുക്കാനുണ്ട്. ഇനി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ചൂടാറാൻ വെക്കട്ടെ. മാങ്ങൻ്റെ പളുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങൻ്റെ പളുപ്പ്. അടിപൊളിയാണ്, നല്ലൊരു പച്ചമാങ്ങൻ്റെ ഫ്ലേവറും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ എന്ത് ഇട്ടെടുക്കറിയോ, നമ്മൾ കുറച്ച് വറ്റൽമുളകൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തോണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. മാങ്ങ വേവിച്ച പാത്രത്തിൽ തന്നെ കേട്ടോ ഞാൻ അതിൻ്റെ പളുപ്പ് എടുത്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ, പഞ്ചസാരയും ചില്ലി ഫ്ലേക്സും കൂടെ. ഇതിൽ ഞാൻ ഫുഡ് കളർ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കണില്ല, എൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രീൻ കളർ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഇല്ലാത്തത് കൊണ്ടാണ് മക്കളെ ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. നല്ലോണം കുറുക്കിയെടുക്കണം കേട്ടോ, നല്ലതുപോലെ കുറുക്കിയെടുക്കണം. പഞ്ചസാര ഇട്ടെടുക്കണം കേട്ടോ നിങ്ങൾ. നിങ്ങൾക്ക് മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് പഞ്ചസാര ഇട്ടെടുക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ, നല്ലോണം കുറുകി വരുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നല്ല വെയിലുള്ള ടൈമാട്ടോ ഉണ്ടാക്കേണ്ടത്. ഇത് ശരിക്കും വെയിലത്ത് വെച്ചിട്ട്, അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് മൗൾഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഉണക്കി എടുക്കണം. അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഇതിപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫാനിലോട്ട് വെച്ചിട്ട് നല്ലോണം
തണുപ്പിച്ചിട്ട് ഇനി പിറ്റത്തെ ദിവസം വേണമെങ്കിൽ വെയിലത്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, കൈമ തെറുക്കണം നോക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫായി കൊടുക്കാം. ഫ്ലെയിം കുറച്ചെടുക്കാം കേട്ടോ, ഓഫാക്കല്ല. തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൈമ തെറിക്കുള്ളൂ. അപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കേട്ടോ, നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ ആഡ് ആക്കിയതുകൊണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. തീ ഓഫാക്കിയിട്ട് ചൂടാറട്ടെ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് നല്ലോണം കഴുകി തുടച്ചെടുത്തതാട്ടോ. ഇതിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലോണം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നല്ല വെയിലുള്ള സമയത്താട്ടോ ഇത് വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ ചില ആളുകളൊക്കെ മാങ്ങാ കച്ചി എന്നൊക്കെ പറയും, ആ ഒരു സംഭവമാണ് കേട്ടത്. ഓക്കെ, അങ്ങനെ അങ്ങനെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ചൂടാറണം. ചൂടാറിയിട്ട് നാളെ ഞാൻ വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മാങ്ങൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ പുളിയും മധുരവും സൈഡിലൊരു എരിവുമായിട്ട് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ചൂടാറാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ മുത്തുമണികളായത് പിറ്റേ ദിവസം കേട്ടോ ഞാൻ 2 പാത്രത്തിൽ എക്സ്ട്രാ ഇങ്ങനെ ഒന്ന് കട്ടില്ലാതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ആകെ സീനായിപ്പോയി. അപ്പോൾ നമ്മളെ റെസിപ്പി ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഞാൻ ലൈവിലായിരുന്നു. അപ്പോൾ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാട്ടോ മാങ്ങ കച്ചി. ഓക്കെ, പച്ച മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ. അതൊന്ന് റോൾ ചെയ്ത് വെച്ചാണ്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം റോൾ ചെയ്ത് വെച്ചാൽ കേട്ടോ. നല്ലോണം ഡ്രൈ ആണ് കേട്ടോ. കാരണം ഇപ്പം മഴക്കാറായതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വെയിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നിങ്ങൾ മാക്സിമം നല്ലോണം വെയിലത്ത് വെക്കുക കേട്ടോ. വെയിലത്ത് വെച്ചാൽ ഇങ്ങനെ കൈമേൽ ഒട്ടില്ല. ഇത് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആവണം കേട്ടോ, കൈമ ഒട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടിയാലേ നമുക്ക് മാങ്ങ സീസൺ കഴിഞ്ഞാലും ഇത് കേട് വരില്ല കേട്ടോ. മാങ്ങ കഴിഞ്ഞ സമയമാണെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് കഴിക്കാം. മാങ്ങ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതെടുത്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, മാങ്ങൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ എരിവും നല്ല എരിവുണ്ട് കേട്ടോ, ചെറിയ എരിവല്ല, നല്ല എരിവുണ്ട്, പുളി മധുരം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.